Huggies. It's me, Leah. It's me, Dia, guys. അപ്പം ഗൈസ് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അല്ലൂസിൻ്റെ സ്കൂളിൽ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഞങ്ങൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അല്ലൂസിൻ്റെ സ്കൂളിലേക്ക് പോയിട്ട് അവിടുത്തെ എന്താ പറയുക സെലിബ്രേഷനിൽ അല്ലൂസിൻ്റെ കൂടെ സെലിബ്രേഷൻ്റെ ഭാഗമാവുന്നത്. ഇന്ന് അല്ലൂസ് ഗാന്ധിജി ആയിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ നറുക്കെടുത്തിട്ട് കുറച്ച് കുട്ടികൾക്ക് ഓരോ ക്യാരക്ടർ ആയിട്ട് കൊടുത്തിട്ട്, അപ്പോൾ അല്ലൂസിനാണ് അവിടെ എന്താ പറയുക ഗാന്ധിജീൻ്റെ വേഷത്തിൽ ക്യാരക്ടർ ആയിട്ട് അവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോളി. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഇതിനു മുമ്പേ ഞങ്ങൾ ചെയ്ത വീഡിയോസ് ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറേ നേരം പറയാനുള്ള നേരമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നേരെ വീഡിയോ. അല്ലൂസിന് ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലൂസ് രാവിലെ തന്നെ എണീച്ചുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 7 ആവാനോളായിട്ടുണ്ട്. നമുക്ക് 9 മണീന്റെ മുമ്പേ സ്കൂളിൽ എത്തണം. അപ്പൊ അല്ലൂസിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലൂസ് ഗാന്ധിജി ആയിട്ടാണ്. അപ്പൊ പക്ഷെ എന്ത് കണ്ടിട്ടാണ് ഇവനെ ഗാന്ധിജി ആക്കിയത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ ഏകദേശം അതേപോലൊക്കെ ഞങ്ങൾ ഇന്നലെ എനിക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ട് ലുക്കിലും ഒക്കെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അത് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടിയെന്ന് വെച്ചാൽ ഇത് നമ്മള് നമുക്ക് മീശ പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് വൈറ്റ് കളറ്, ഇത് വാട്ടർ കളറാണ് കേട്ടോ. അപ്പൊ ഇത് മാമൻ എനിക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പം കൊടുത്ത അതിന്റെ ഫുൾ ഹിസ്റ്ററി ഇപ്പം പറയും കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതാ കണ്ണട ഉണ്ട്, പിന്നെ മുണ്ടുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, പിന്നെ ഇത് തൊപ്പിയുണ്ട്. അത് മുടി ഇത് ഉണ്ടാവില്ലല്ലോ കാരണം അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തൊപ്പിയാണ്. പിന്നെ ഇത് വേറെ മുണ്ട്. ഇത് എന്തിനു ഇങ്ങനെ മേത്ത് കൂടെ എങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇത് എപ്പോ വേണമെങ്കിലും ഊരി പോവാ. അതുകൊണ്ട് പിന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ മാറ്റുന്നതെന്നുള്ളത് കാണിച്ചു തരാം അല്ലേ. മാറ്റാൻ പോവല്ലേ. അല്ലൂസ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലൂസിന് എന്താ പറയാനുള്ള ഗാന്ധിജി ആയിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറ്റുന്നതിൽ എന്താണ് ഗാന്ധിജി ആയിട്ട് എന്താണ് സ്കൂളിൽ പോയി പറയാൻ പോകുന്നത്? അത് ഡ്രസ്സ് മാറ്റിച്ചിട്ട് പറയാം. ഡ്രസ്സ് മാറ്റിച്ചിട്ട് അതെങ്ങനെ പറയേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കണേ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മാറ്റാൻ പോവല്ലേ. ഓക്കെ പറയും. ഗൈസ് അങ്ങനെ ഇതാ അല്ലൂസ് തൊപ്പിയൊക്കെ ഇട്ട് ഇനി ഇതാ പിരികം എന്താ പറയുക വെളുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ പെയിൻറ്റ് നമ്മൾ മറ്റേ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വാട്ടർ പെയിൻറ്റ്, അത് വെച്ചിട്ട് പിരികം വൈറ്റ് കളറാക്കുകയാണ്. അത് പോവൊന്നുമില്ല, വെള്ളത്തിലാക്കാണ്ട് പോവില്ല. ഗൈസ് അങ്ങനെ ഇതാ നമ്മള് മീശ വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതന്നെ തോന്നുന്നു കൂടുതൽ നല്ലത്. മറ്റേ കോട്ടയം വെക്കുമ്പോ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെ ഇപ്പോ. അപ്പോൾ ഇതാ നമ്മളെ മീശൻ്റെ പരിപാടി ഇതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മുഖത്തുള്ള മേക്കപ്പൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റുന്നതിലേക്കാണ് കേട്ടോ. അപ്പം ഗൈസ് ഇതാ അവൻ്റെ മുഖത്ത് നമ്മൾ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ഞി വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണിത്. ഇപ്പോൾ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ട്. ഇനി ഇതാ നമ്മുടെ തൊപ്പീൻ്റെയിൽ നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതന്നെയാണ് സ്റ്റിക്കർ. അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നാലേ അത് കുറച്ചും കൂടി നല്ലോണം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഊരി പോരുമല്ലോ. അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനൽ ലുക്ക് ഉണ്ടാവും, നിങ്ങൾ കമൻറ്റ് ചെയ്യാം.
അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരേ. അപ്പം ഗൈസ് നമ്മൾ ഇനി തുണി എടുക്കാൻ പോകുന്നത് ഇമ്മ ചെയ്തിരുന്നത്. അപ്പം ഗൈസ് ഇപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്തത്. നമ്മൾ പിരിക ശരിയാക്കി, പിന്നെ മീശ വെച്ചു, പിന്നെ ഇതാ ആ തൊപ്പി പോലെയുള്ള സാധനം വെച്ചിട്ട് മുടിയൊക്കെ നല്ലോണം മറച്ചിട്ടുണ്ട്, ബാക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മളിതാ മുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെ ഉടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് അത് ഉടുത്ത് വരുമ്പോൾ ശരിയായിട്ട് വരും. ഇന്നലെ ഉടുത്തപ്പം കറക്റ്റ് ആയിരുന്നു. ഇനി കുറച്ചു നേരം നടങ്ങി നിൽക്ക്. ഇതിവിടെ സഹായിക്കാൻ ദിയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് അവിടുന്ന് കഴിഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് നമ്മളവിടെ പിന്ന് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ. ഗൈസ് ആദ്യം നമ്മൾ ഇങ്ങനെ ഉടുത്തിട്ട് എന്താ പറയുക ഒരേപോലെ 2 ഭാഗവും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളതിന് ചെറിയ ചെറിയ ഇങ്ങനെ ചുരുക്ക് പോലെ ആക്കിയെടുക്കുക. നമ്മൾ സാരിക്കൊക്കെ ചുരുക്ക് പോലെ ആക്കൂലേ, അതേപോലെ ഇങ്ങനെ ചുരുക്ക് പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ ഗൈസ്? അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ആ ചുരുക്ക് ശരിയാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡും ഉണ്ടല്ലോ, അതും നമ്മളങ്ങനെ ചെയ്തെടുക്കണം. അതും നമ്മൾ ഉള്ളിൽ കൂടെ ബാക്കിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ബാക്ക് കൂടെ എടുത്തിട്ടാണ് ചെയ്യുക കേട്ടോ. അതേപോലെ മടക്കിയിട്ട് തന്നെ ബാക്കിലും വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലായിരുന്നോ മുമ്പിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക മടക്കിയിട്ട് അത് വെച്ച പോലെ തന്നെ ബാക്കിലേക്കും അതേപോലെ തന്നെ മടക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കുക. പിന്നെ നമ്മൾ പിന്നൊക്കെ വെച്ചിട്ട് അത് കുത്തിയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അത് ഓരോരോ പാകത്തിന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തുണീൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലും ഒന്ന് കാണിച്ചു കൊടുക്കൂ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുപ്പായല്ല, കണ്ണട ഒരു മുണ്ടും കൂടെ ഉണ്ട്. അതും കൂടി ആയാലും നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഫുൾ എന്താ പറയുക ഡ്രസ്സിങ് കഴിഞ്ഞു. അതാ എന്താ പറയുക കണ്ണടയും കൂടി ആയപ്പോൾ അടിപൊളി. ഇനിയിപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ആയിരിക്കും ഗാന്ധിജി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കണം. എന്നിട്ട് ഒരു സൈഡ് എടുത്ത് ബാക്കിലേക്ക് ഇട്ടിട്ട് മറ്റേ സൈഡിലേക്ക്
പിന്നെ നമ്മുടെ ഗാന്ധിജീൻ്റെ വടിയും കൂടി ആയപ്പോൾ ഫുൾ ലുക്കായിട്ടുണ്ട്. അപ്പം ഞാനൊന്നായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഗാന്ധിജി ഇതാ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അല്ലൂസ് ഗാന്ധിജി ആവുന്നത്. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നോക്കട്ടെ. ഞാൻ പറയാനുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, സത്യം ദൈവമാണ്, ഞാൻ ഒരു പടയാളിയാണ്, സമാധാനത്തിൻ്റെ പടയാളി, ജയ് ഹിന്ദ്. ഗൈസ് അങ്ങനെ ഇതാ ഗാന്ധിജി ഇവിടുന്ന് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ലിയയും ഇമ്മയും അല്ലുവസവും വണ്ടിമ്മ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നടന്നിട്ട് വേണം പോവാൻ. അപ്പോൾ അതാ പോവാണ് അവര്. ഗൈസ് അങ്ങനെ അതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിയമ്മയൊക്കെ നേരത്തെ എത്തി. ഞാൻ നടന്ന് കയറിയതാണ് ഗൈസ് അമ്മല. പക്ഷെ ഇവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം കേട്ടോ. കിതയ്ക്കുന്ന ഗൈസ് മല കയറിയിട്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ മഴയും കൂടെ പെയ്ത്. എന്തോ ഭയത്തിന് കുട ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. ഗൈസ് കുട്ടികളൊക്കെ അത് ആ ഫ്ലാഗ് ഹോസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല പെരും മഴയാണ്. സാധാരണ നമ്മൾ ഓഗസ്റ്റ് 15 വെയിലുള്ള സമയത്താണെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ കുട്ടികൾ നിറച്ച് നിന്നിട്ട് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പക്ഷേ ഇത് മഴയത്തായിപ്പോയി ഈ പ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഒരു ഭംഗി വരുന്നില്ല. കുട്ടികളിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ല ഗ്രൗണ്ടിൽ. ഇതിപ്പോൾ ഒന്നായിട്ട് നിരന്ന് നിൽക്കുകയാണ് കുട്ടികൾ. ഇനിയിപ്പോൾ ഈ ഫ്ലാഗ് ഹോസ്റ്റിങ് നമുക്ക് കാണാം കേട്ടോ. ആ അപ്പുറത്തുണ്ട് ഗാന്ധിജി ഉണ്ട്, നെഹ്റു ഉണ്ട്, പിന്നെ വേറെയും ഉണ്ട് കേട്ടോ. വേറെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറെയും കുട്ടികളുണ്ട്. പിന്നെ ഇതാ കുറേ കുട്ടികൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഉണ്ട്. വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാൻ. അപ്പം എന്താ എല്ലാവരും ഫ്ലാഗ് ഹോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ് പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ വേറെയും കുറേ കോസ്റ്റ്യൂമുള്ള കുട്ടികളുണ്ടായിരുന്നു എന്ന്.
അപ്പോൾ അവരെല്ലാവരും വെച്ചിട്ട് മിസ്സ് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടെ പോയി നിന്ന് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ കുട്ടികൾ വൈറ്റ് ഫ്രോക്ക് ഇട്ടിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരെയും വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമാണല്ലോ. അവരിങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളയൊക്കെ ഇട്ട് വന്നു, അതും ഈ പെരും മഴയത്ത് ഈ വെള്ളയൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ ഓൽക്കും എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു 2 ഫോട്ടോ എങ്കിലും എടുത്താൽ അതായില്ലേ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു കേട്ടോ. ഗൈസ്, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് മാത്രമല്ല പാട്ടുപാടലും ഡാൻസും പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള സ്പീച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പാരൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പാരൻസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ എല്ലാവരും കൂടെ ഇതാ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെ മഴ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ പുതിയ പ്രിൻസിപ്പളാണ് കേട്ടോ ഈ മാം, പിന്നെ നമ്മുടെ പഴയ പ്രിൻസിപ്പളും ഉണ്ട്. അപ്പം സാർ ഇവിടെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യാഘോഷം നല്ല കനത്ത മഴ പുറത്ത് എന്നിട്ടും ഒരു ലീവ് പോലും എടുക്കാതെ വീട്ടിൽ കഴിഞ്ഞിരിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ആശംസകൾ അറിയിക്കുകയാണ്. 79ാമത് സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ തീരെ അപ്രതീക്ഷിതമായി നമ്മുടെ പുതിയ പ്രിൻസിപ്പാളിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഫോർമർ പ്രിൻസിപ്പാളും അപ്രതീക്ഷിതമായി ഇവിടെ എത്തിച്ചേർന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യാശംസകൾ നേർന്നു. അദ്ദേഹം വളരെ നന്നായി നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു ചെയ്തു. അപ്പം നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ഒരുപാട് പ്രോഗ്രാം നടക്കാനുണ്ട്. 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടികൾ എത്തും. അതുകൊണ്ട് അതിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാമും പായസം കൂടിയും, പക്ഷേ പായസം വന്ന മണമൊക്കെ എല്ലാവരും അടിച്ചിട്ടുണ്ടാവും മുകളിലല്ലേ. അതുകൊണ്ട് അതൊക്കെ കഴിക്കണം, മധുരം നുണയണം, അങ്ങനെ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് എൻ്റെ വാർത്തകൾ ഞാൻ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് മുന്നിലിതാ 2ാം ക്ലാസ് വിദ്യാർത്ഥികളായ അർത്ഥങ്ങളും രഘുപതി രാഘവ രാജ പരീര പാവന ഈശ്വര സബുക്കോ സന്മതി ദേ ഭഗവാൻ. വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വരുമ്പോൾ നീയും അല്ലൂസും ഉമ്മയും കൂടാണ് വണ്ടിമേൽ വന്നത്. ഇപ്പോൾ പോകുമ്പോൾ ഞാൻ കയറി ഉമ്മ നടന്നിട്ട് വന്നോളാന്ന്. അപ്പം നമ്മളിങ്ങനെ വണ്ടിമേൽ അല്ലൂസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ പോയിട്ടോ. അവിടുന്ന് വരുമ്പം തന്നെ അല്ലൂസ്
കഴിച്ച് മറ്റേ മീശന്റെ അവിടെ ഉള്ള ആ പഞ്ഞിയൊക്കെ കഴിച്ച് പിന്നെ ആ മുടിയുടെ അവിടെ ഉള്ള ആ ഒരു മുട്ടത്തലാക്കുന്ന ആ ഒരു സാധനമൊക്കെ കഴിച്ച് ഇപ്പൊ ഇതാ ഓൻ്റെ ശരിക്കത്തെ കൊലത്തിലേക്ക് വരുന്നുണ്ട്. ഡ്രസ്സ് നമ്മൾ വേറൊരു ഡ്രസ്സും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇതെന്തായാലും ഇപ്പം തന്നെ പോകില്ല, അപ്പോൾ ആ ഡ്രസ്സ് ഇടാൻ നിന്നില്ല. ഗാന്ധിജിയുടെ അതേ മുണ്ടും അതിൽ തന്നെ കേട്ടോ പോകുന്നേ. ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അല്ലൂസിൻ്റെ സ്കൂളിലത്തെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെത്. മഴ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലൂസ് അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ഒരടിയിലൊരു ട്രൗസർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് എന്തോ ഒരു പൊറുതികേട് എന്താണെന്ന് വെച്ചാൽ ഓനിങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതായതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അവനിക്ക് അതൊന്നും പറ്റൂല ഈ ഓടി കളിക്കാൻ. ഉമ്മ വന്നിട്ടുണ്ട് ഇതാ. അത് ഓൻ പറഞ്ഞു എനിക്ക് അതിൽ കൂടെ വരണം. അല്ലൂസ് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്ത് കണ്ടന്റ് വേണമെന്നുള്ളത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.